കോതമംഗലം നിയമസഭാ സീറ്റിനായി LDFൽ കേരള കോൺഗ്രസ് എം സമ്മർദ്ദം ചെലുത്തുന്നതായി സൂചന. പെരുമ്പാവൂർ വിട്ടുനൽകി കോതമംഗലം ഏറ്റെടുക്കാനാണ് ശ്രമം. മുൻ MLA ജോണി നെല്ലൂർ, ടോമി ജോസഫ്, അഡ്വക്കേറ്റ് റോണി മാത്യു എന്നിവരിൽ ഒരാളെ സ്ഥാനാർത്ഥിയാക്കാനാണ് ഈ നീക്കം. ആന്റണി ജോണിനെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനവുമായി CPM മുന്നോട്ടു പോകുമ്പോഴാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ഇത്തരത്തിൽ ശ്രമം നടത്തുന്നത്. കേരള കോൺഗ്രസ് എം മൂവാറ്റുപുഴയ്ക്കായും ഇവർ ശ്രമം നടത്തുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എം മത്സരിച്ച ഏക സീറ്റ് പെരുമ്പാവൂർ ആണ്. തോൽവിയായിരുന്നു ഫലം. പെരുമ്പാവൂരിനേക്കാൾ പാർട്ടിക്ക് അടിത്തറയുള്ളതും ജയസാധ്യതയുള്ളതും കോതമംഗലം ആണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് കോതമംഗലത്തിനായി പാർട്ടി നീക്കം സജീവമാക്കിയിട്ടുള്ളത്. വളരെ കാലമായി പാർട്ടി വേദികളിൽ ഉന്നയിക്കപ്പെടുന്ന കാര്യം കൂടിയാണിത്. മുൻ MLA ജോണി നെല്ലൂർ, ടോമി ജോസഫ്, അഡ്വക്കേറ്റ് റോണി മാത്യു തുടങ്ങിയവരിൽ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുകയാണ് ലക്ഷ്യം. കോതമംഗലം രൂപതയുടെ പിന്തുണയും ഇതുവഴി നേടിയെടുക്കാനാകുമെന്ന് പാർട്ടി കരുതുന്നു. പെരുമ്പാവൂർ CPM ഏറ്റെടുത്ത ശേഷം കോതമംഗലം വിട്ടുനൽകണമെന്നാണ് പാർട്ടിയുടെ ആവശ്യം. CPMലും ഇത്തരമൊരു നിർദ്ദേശം പരിഗണനയിലുണ്ടെങ്കിലും വിജയസാധ്യതയുള്ള സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുക്കേണ്ടതില്ലെന്ന അഭിപ്രായത്തിനാണ് മുൻതൂക്കം. കോതമംഗലം കിട്ടിയില്ലെങ്കിൽ മൂവാറ്റുപുഴ ആയാലും മതിയെന്ന ചിന്തയും പാർട്ടിക്കുണ്ട്. അവിടെയും ജോണി നെല്ലൂരിനെ പരിഗണിക്കാനാകും. CPIക്ക് പെരുമ്പാവൂർ വിട്ടുനൽകി മൂവാറ്റുപുഴ ഏറ്റെടുക്കാം. CPIക്ക് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ പെരുമ്പാവൂരിലുണ്ടെന്നത് സാധ്യതയുമാണ്. അതേസമയം CPMന് തന്നെയാകും സീറ്റ് എന്നും ആന്റണി ജോൺ തന്നെയാകും സ്ഥാനാർത്ഥിയെന്നുമാണ് കോതമംഗലത്തെ പ്രചരണം. ആന്റണി ജോൺ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് GTV ന്യൂസ്.